ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാവകാശം വേണം എന്നുള്ള ആ ഒരു യൂസേജിനെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. സാവകാശം വേണം എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ പുനരൈക്യപ്പെടാൻ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ നിലനിർത്താൻ എനിക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് സാവകാശം വേണം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ അടിയിൽ നിരാകരിക്കപ്പെട്ട വേറെ എന്തൊക്കെയോ സാധ്യതകൾ അദ്ദേഹത്തെ ആകർഷിക്കുകയും ഞെരുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെ നമ്മൾ പുറത്തു കടത്തണമെങ്കിൽ നമ്മൾ ചോദിക്കണം, ഇപ്പോ എപ്പോഴാണ് വരുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോ എപ്പോ വരും? ഇപ്പോഴാണ് രക്ഷാകര സമയം, ഇപ്പോഴാണ് അനുഗ്രഹത്തിന്റെ ദിവസം. ഇപ്പോഴെപ്പോൾ വരും? അതിന് നമ്മൾക്ക് വേറൊരു വാക്കറിയണം, അപ്പോൾ വരും. ഇപ്പോൾ എപ്പോഴാണ് വരിക? ഇപ്പോൾ വരണമെങ്കിൽ ഒരു അപ്പോൾ വരണം. ഇനി ഹിന്ദിയിൽ അത് പറയുന്നത് വളരെ എളുപ്പമാണ്. അബി അല്ലെങ്കിൽ അബ്, കബ് എന്ന് പറയും, ദെൻ തബ് എന്ന് പറയും. ഈ അബി എന്ന് പറയുന്ന സാധനം കബി, തബി. ഇപ്പോൾ എപ്പോഴാണ് വരിക? അപ്പോൾ. അപ്പോൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സംജാതമാകണം. ആ അപ്പോൾ വരുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് യേശുവിൻ്റെ വരവിനെയാണ്. ആ ഇപ്പോൾ വരണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ യേശു വരണം. യേശു എന്ന രക്ഷകൻ വരണം. അവന്റെ രക്ഷാകര പ്രവർത്തികൾക്ക് ഞാൻ വിധേയനാകണം. നമ്മുടെ കുർബാനയിൽ ആ ത്രോണോസിൽ നിന്ന് തിരിയുന്ന പാപപരിഹാരമായി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കും. ബൈബിളിൽ ആ ഇറങ്ങി വരുന്നതിനെ എങ്ങനെയാണ് പൗലോസ്ലീഹ പറയാന്ന് നിങ്ങൾക്കറിയോ? പൗലോസ്ലീഹ പറയും, നമ്മുടെ പാപപരിഹാര ബലിയായി അവനെ നിശ്ചയിച്ചു തന്നു. ജസ്റ്റ് പുട്ട് ഫോർവേഡ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയാ. നിശ്ചയിച്ചു തന്നു എന്നുള്ളതിനെ നറസ്പിയിൽ പറയും, ഹി പുട്ട് ഫോർവേഡ് ഹിം ആസ് എ സാക്രിഫൈസ് ഓഫ് അറ്റോൺമെന്റ്. പുട്ട് ഫോർവേഡ്. അതുകൊണ്ട് ബിഹോൾഡ് എന്ന് ലത്തീൻ കുർബാനയിൽ പറയണേ, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. അതറിയണമെങ്കിൽ നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കണം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ആ വചനത്തിന്റെ തർജ്ജമയ്ക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ ഒരു ലിറ്റിൽ പ്രോബ്ലം ഉണ്ട്. അതിന്റെ ഒറിജിനല് എന്നാൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വരണം. ബട്ട് നൗ apart from the law, the righteousness of God has been revealed എന്നാണ് പറയാ. ബട്ട് now, എന്നാൽ ഇപ്പോൾ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് തിങ്. കാരണം ആ ബട്ട് എന്ന് പറയുന്ന ആ എന്നാൽ എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ സാവകാശം ചോദിക്കുന്ന സമയം. ആ ബട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയണതാണ്, ഓക്കെ ബട്ട് യു നോ ഐ നീഡ് സം മോർ ടൈം. ആ ബട്ടിൽ അങ്ങനെ നിന്നു പോവും മനുഷ്യര്. അത് ഒരു പക്ഷെ 100 കൊല്ലം വേണമെങ്കിലും നിന്നു പോവാം. ആ ബട്ട് എന്ന് പറഞ്ഞിട്ട് നിന്നു പോവാം. പക്ഷേ ബട്ട് എന്നുള്ളതൊക്കെ അവിടെ ചെന്ന് അവസാനിച്ചു നിൽക്കും. ആ ബട്ടിനെ ക്യാൻസൽ ചെയ്ത് നൗ എന്ന് പറയുന്ന അവസ്ഥ വിശേഷത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ യേശുവില് പുതിയ സൃഷ്ടിയാകണം. യേശുവിൽ തരുന്ന ആ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്ന ചിന്തയിൽ നിറയുന്ന പിതാവ് ഹാസാഴ്ച പ്രാർത്ഥനകളിലെ തിങ്കളാഴ്ചയിലെ പ്രാർത്ഥനകളും ധ്യാനം പ്രാർത്ഥനകൾ അതിൽ വരും. ആ പ്രാർത്ഥനകളിൽ ചോദിക്കും, എന്തേ നമ്മൾ കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചത്? ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ സാവകാശം എടുത്തിട്ടും എന്തേ കാട്ടുമുന്തിരി, പുളിക്കുന്ന മുന്തിരി
നമ്മൾ പുറപ്പെടുവിച്ചത്? അല്ലെങ്കിൽ നമ്മൾ എന്തേ കാറ്റിനെ പ്രസവിച്ചത്? പിതാവിൻ്റെ ഹാഷാഴ്ച പ്രാർത്ഥനകൾ പിന്നീട് ഒത്തിരി ആഴത്തിലേക്ക് കടക്കാൻ തുടങ്ങും. ഇപ്പോളിലേക്ക് വരാൻ കഴിയാതെ നമ്മൾ സാവകാശം ചോദിച്ചു നിൽക്കുന്നത് ആ രക്ഷകനെ അറിയാത്തത് കൊണ്ടാണെന്ന് പറയും. പടിഞ്ഞാറോട്ടെടുക്കുന്ന ആ യേശുവിനെ നോക്കിയിട്ട് പോലും സാവകാശം വേണം എന്ന് പറയുന്ന ഒരു ജനത, കുർബാനകളും പ്രാർത്ഥനകളും യാമങ്ങളും ഉണർന്നിരുന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും പിന്നീട് നമ്മൾ പുനരൈക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒന്നാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് സാവകാശം വേണം എന്ന് പറയുന്ന ഒരു ജനതയായിട്ട് മാറും. ഈ പുനരൈക്യം ഒരു പവിത്രതയുള്ള അല്ലെങ്കിൽ ശുദ്ധമായ വിശുദ്ധമായ വിഷയമാണെന്ന് മനസ്സിലാക്കണം നമ്മളെ. കാരണം അത് ദൈവത്തിൻ്റെ ആ നിയമത്തിന് അധീനനാകുകയും പടിഞ്ഞാറോട്ട് തിരിയുന്ന ആ ദൈവത്തിനോട് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ രക്ഷകനായിരിക്കണമേ, എൻ്റെ പാപമോചകനായിരിക്കണമേ, എൻ്റെ പാപം പോക്കുന്നവനായിരിക്കണമേ, എന്നിലുള്ള എല്ലാ എന്നാലും ബട്ടും എല്ലാത്തിനെയും മാറ്റിക്കളഞ്ഞ് ഇപ്പോൾ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്നുള്ള വലിയ ഒരു കരച്ചിൽ വേണം നമ്മൾക്ക് അങ്ങനെ ആകാനായിട്ട്. അപ്പൊ പിതാവിൻ്റെ ചില പ്രാർത്ഥനകളിലൊക്കെ വളരെ രസകരമായ ചില ചിന്തകളിലൂടെ പിതാവ് ഇതിലേക്ക് കടക്കാൻ നോക്കും. പിതാവിൻ്റെ ചിന്തകളൊക്കെ മലങ്കര ആരാധനക്രമത്തിൽ അധിഷ്ഠിതമായിരുന്നു. പിതാവ് കുർബാന സഹായി എന്ന് പറയുന്ന കുർബാനയൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് ഒക്കെ പിതാവ് പുസ്തകങ്ങളൊക്കെ എഴുതും, കുർബാനയുടെ ഭാഗങ്ങൾ. അപ്പൊ അതിൽ പിതാവ് കണ്ട ചില നോട്ടങ്ങൾ, ഭാവങ്ങളൊക്കെ very ഇൻട്രസ്റ്റിംഗ് ആണ്. അതിലൂടെ കടന്നുപോയപ്പോൾ എന്നുള്ളിലേക്ക് വന്ന വേറെ ചില ചിന്തകളുണ്ട്. അത് പിതാവ് അങ്ങനെ ചിന്തിച്ചു എന്നാണ് പിന്നീടുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലാകുന്നത്. ഈ മലങ്കര കുർബാനയുടെ ഒരു ഭാഗത്ത് വൈദികൻ അപ്പമെടുത്ത് വാഴ്ത്തി ആഘോഷിച്ചു കൊണ്ട് പറയും, വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. ഞാൻ ആ പ്രാർത്ഥന വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും, വണ്ടർഫുൾ തിങ്. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്കാണ് കൊടുക്കേണ്ടത്, അല്ലാതെ വല്ല ആണ്ടനാട് കോടനൊക്കെ കൊടുക്കോ? പക്ഷെ ജനങ്ങൾ പറയുന്ന ഉത്തരം കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി. കാരണം ജനങ്ങൾ ഒരുമിച്ച് ഉത്തരം പറയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ അങ്ങനെ വിശുദ്ധരായിട്ട് വേറെ ആരുമില്ല. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെയായി വിശുദ്ധമായ രഹസ്യങ്ങൾ പിന്നെ എനിക്ക് കിട്ടുക? കാരണം ഞാൻ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലല്ലല്ലോ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പും ഉള്ളവർക്ക് നൽകപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ വിശുദ്ധരായിട്ട് വേറെ മറ്റാരുമില്ല. ഞാൻ എങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കും, കർത്താവ് പിന്നെ ഈ സാധനം ഞാൻ എങ്ങനെ ഇനി സ്വീകരിക്കണേ? എൻ്റെ അടുത്തേക്ക് ഇതിക്ക് തിരിയുമ്പോൾ എന്നിലേക്ക് വരണമേന്ന് ഞാൻ എങ്ങനെ പറയാ? വിശുദ്ധമായ ആ വിഷയം സ്വീകരിക്കാനായിട്ട് ഞാൻ എങ്ങനെ യോഗ്യനാകാം? അങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുരോഹിതൻ വീണ്ടും അത് ഇങ്ങനെ ക്രോസ് പോലെ പിടിച്ചിട്ട് 3 പ്രഘോഷണങ്ങൾ നടത്തും. ആള് പറയും, ഈ ലോകത്തെ സൃഷ്ടിച്ച ഏക പിതാവ് നമ്മോടുകൂടെ. അപ്പൊ മലങ്കര ആൾക്കാരുടെ പ്രാർത്ഥനയില് അവര് ആമേന്ന് പറയണുള്ളൂ. പക്ഷെ അതിന്റെ ഒറിജിനലിലേക്ക് പോയി ഞാൻ തപ്പി നോക്കിയേ. ഒറിജിനലിൽ പോയി തപ്പി നോക്കിയപ്പോ അതിന്റെ സിറിയക്ക് വേർഷനിൽ എഴുതിയിരിക്കുന്നത് പുരോഹിതൻ അങ്ങനെ ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ ജനങ്ങളും നമ്മോടുകൂടെ ആമേൻ എന്നാണ് പറയണേ. പിന്നെ പറയാണ്, ഈ ലോകത്തെ തൻ്റെ പീഡാസഹനത്താൽ രക്ഷിച്ച ഏകപുത്രനും നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകലത്തിനെയും വിശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ. അതാണ് അതിൻ്റെ ട്രിക്ക്. അപ്പൊ നിങ്ങള് മലയാളത്തിലെ ഒരു ചെറിയ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന്. ഈ 3 ആളും നമ്മോടുകൂടെ. അതുകൊണ്ടാ വിശുദ്ധിയും വെടിപ്പുമുള്ള വിഷയം സ്വീകരിക്കാനുള്ള വിശുദ്ധിയും വെടിപ്പും എനിക്ക് വരണേ. അവര് വേണം.
അവരതിനാണ് വരുന്നത്. സാവകാശം ചോദിക്കുന്ന വ്യക്തികള് ഈ വരവിനെ സ്റ്റോപ്പ് ചെയ്യുക. അവരോട് കൂടെ ചേരുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയും വെടിപ്പും വരുന്നത്. ആ വിശുദ്ധിയും വെടിപ്പുമുള്ള ഒരു ചിന്തയാണ് പുനരൈക്യം. വിട്ടുകൊടുക്കുന്നതിൻ്റെ, പാപം മോചിക്കുന്നതിൻ്റെ, ഒന്നാകുന്നതിൻ്റെ ഒരു ചിന്ത. ആ ചിന്തയില് വിശുദ്ധിയും വെടിപ്പും വന്നാൽ മാത്രമേ ആ പുനരൈക്യ ചിന്തകളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു വിശുദ്ധിയും വെടിപ്പും ക്രിയേറ്റ് ചെയ്യുന്ന പ്രക്രിയയായിരുന്നു പിതാവിന് സന്യാസം. ആ അപ്പോൾ എന്ന് പറയുന്ന ഒരവസ്ഥ പിതാവ് സംജാതമാക്കും. ആ ഇപ്പോൾ എപ്പോൾ വരും? നമ്മുടെ ജീവിതത്തിലെ ഒരു അപ്പോൾ സംജാതമാകുമ്പോൾ അപ്പോൾ വരും. അതെങ്ങനെ വരുന്നേ? ഞാൻ വിശുദ്ധിയും വെടിപ്പുമുള്ളവനാകണം. ആ വിശുദ്ധിയും വെടിപ്പുമുള്ളവനാകണമെങ്കിൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ എന്ന് പറയണം. നമ്മോടുകൂടെ അവരുണ്ടെങ്കിൽ അവരുടെ കൂട്ടായ്മയുടെ പുനരൈക്യത്തിന്റെ രക്ഷാകരമായ ആനന്ദം എന്നിലേക്കും കടന്നു വരും. അപ്പൊ പിതാവ് വളരെ സരളമായിട്ട് പറയുകയാണ്, ഇതിനെയാണ് വെടിപ്പുളവാക്കുന്ന പഠിപ്പ് എന്ന് പറയുന്നത്. വെടിപ്പും പഠിപ്പും. അപ്പൊ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടും. ഈ വെടിപ്പ് എങ്ങനെയാ വരിക? ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ എന്നുള്ള അറിവ്, അതാണ് ആ പഠിപ്പ്. ഈ വെടിപ്പുളവാക്കുന്ന ഈ പഠിപ്പ്, വെളിവായ എന്നുടെ ഈശോ നിന്റെ വെളിവാൽ കാണുന്നു. ഈ വെളിവാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ. അപ്പോൾ പുനരൈക്യത്തിന്റെ ചിന്തകൾ വരും. പിന്നെ സാവകാശം ചോദിക്കില്ല. ഇപ്പൊ ഞാൻ ഈ വാക്ക് ഈ വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. ഞാൻ ആ വെടിപ്പ് എന്ന് പറഞ്ഞ വാക്ക് വെച്ച് ഇങ്ങനെ വായിക്കായിരുന്നേ. ഇപ്പൊ ഒരു പുസ്തകത്തിൽ ഞാൻ 4 വാക്കുകൾ കണ്ട്, ഇതിനോട് ചേർന്ന് പോകുന്ന വാക്കുകൾ. ഐ സിംപിളി ലൈക്ട് ഇറ്റ്, സോ ഐ ലൈക്ക് ടു ഷെയർ വിത്ത് യു. അപ്പൊ ഈ വെടിപ്പുളവാക്കുന്ന പഠിപ്പ്, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ആ വെടിപ്പുള്ള ഒരു നടപ്പ് വേണ്ടേ? വെടിപ്പുള്ള ഒരു നടക്കുന്നത് ആ പഠിപ്പിൽ നിന്നുളവാകുന്ന ഒരു നടപ്പ് വേണം. ആ നടപ്പാണ് പുനരൈക്യത്തിന്റെ പാത. ആ വെടിപ്പുള്ള പഠിപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നടപ്പ്, അതാണ് ക്ഷമിക്കുന്നതിൻ്റെയോ വിട്ടുകൊടുക്കുന്നതിൻ്റെയോ സന്യാസത്തിൻ്റെതായ ഒരു പാത. പക്ഷെ അങ്ങനെ നടക്കുമ്പോണ്ടല്ലോ, ഈ ഭാഷ എഴുത്തുകാരൻ എഴുതുകയാണ്, അങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു എടുപ്പ് വരും. തലയൊക്കെ പൊക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവരൊക്കെ ഒരു എടുപ്പ് നോക്കിയെന്ന് പറയില്ലേ, ആ എടുപ്പാണ് ദൈവ മക്കളുടെ എടുപ്പ്. ആനയ്ക്ക് പോകുമ്പോ എന്താ അവന്റെ തലയെടുപ്പ് എന്ന് പറയില്ലേ, ആ സാധനം. അങ്ങനെ തല പൊക്കി പലരും ഈ ഒട്ടകപക്ഷിയെ പോലെ അവര് മണ്ണിന്റെ അടിയിൽ തല കുഴിച്ചിട്ടിട്ട് ബാക്കി സാധനം മൊത്തം പുറത്താ. അവർ വിചാരിക്കുന്ന പുറത്തുള്ളവർ ആരും കാണുന്നില്ല. അത് എന്ത് എടുപ്പത്? അവർ വിചാരിക്കണ ഭയങ്കര സംഭവങ്ങളാന്ന്. എന്ത് സംഭവങ്ങളെന്ന് പറയണേ? എന്ത് എടുപ്പത്? അപഹാസ്യത്തിലുള്ള എടുപ്പുകള്. പക്ഷെ നല്ല വിശുദ്ധിയും വെടിപ്പുമുള്ള വിഷയം കിട്ടണമെങ്കിൽ അതിനുള്ള ഒരു പഠിപ്പ് വേണം. ആ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ഒരു നടപ്പ് വേണം. ആ നടപ്പിൽ നിന്ന് ഉളവാകുന്ന ഒരു എടുപ്പിലെ ഭാഗവാക്കുകളാകണം നമ്മൾ. പിതാവ് ആ വിശുദ്ധിയുള്ള പഠിപ്പിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാക്കുകയാണ്, എൻ്റെ നടപ്പുകളിൽ മാറ്റങ്ങൾ വരണം, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. അത് അദ്ദേഹത്തെ സന്യാസിയാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ പഠിപ്പ്, പിതാവിൻ്റെ സന്യാസത്തിൻ്റെ പഠിപ്പ്, അത് ഒരു നല്ല വെടിപ്പ് ഉളവാക്കുന്ന പഠിപ്പായിട്ട് തോന്നും. അദ്ദേഹത്തിൻ്റെതായ ചിന്തകളിൽ പറയുകയാണെങ്കിൽ അതിന് 4 തരത്തിലാണ് പിതാവ് പറയേ. നമ്മളെല്ലാവരും യാഗപശുക്കളാണെന്ന് പിതാവ് പറയും. അപ്പോൾ യാഗപശുവിനെ ഈ ബലി കൊടുക്കണമെങ്കിൽ ആദ്യം അതിനെ സെപ്പറേറ്റ് ആക്കി കൊണ്ടുവരണം. അതിനെ ആയിരിക്കുന്ന അവസ്ഥകളിലെ അല്ലെങ്കിൽ നിരാകരിക്കപ്പെട്ട സാധ്യതകൾക്കുള്ളിലാണ് അത് കിടന്ന് നടക്കണേ. ഇനി ആ ടെറായിലിൽ നിന്ന്, ആ നിരാകരിക്കപ്പെട്ട സാധ്യതകളെ ടെറായിലിൽ നിന്ന് അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട്
ഈ യാഗശാലയുടെ പുറത്ത് കെട്ടിയിടും. അതിനെ നല്ല നടപ്പ് പഠിപ്പിക്കാനാണ് അത് അങ്ങനെ കെട്ടിയിടുന്നത്. ഇനി ആ നല്ല നടപ്പിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ വെടിപ്പ് വരണം. അപ്പൊ പിന്നീട് അതിനെ ആ യാഗശാലയുടെ പുറത്ത് നിന്ന് മൂന്നാമത്തെ ഭാഗത്ത് അതിനെ വെടിപ്പാക്കാൻ വേണ്ടിയിട്ട് യാഗശാലയുടെ ഉള്ളിൽ കൊണ്ടുപോയി അതിനെ വെട്ടിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള മ്ലേച്ഛതയെ മുഴുവനും പുറത്താക്കും. അതിനെ പുറത്താക്കിയിട്ട് ബാക്കിയുള്ളത് എല്ലാതും ദഹനബലിയായിട്ട് ആ യാഗവേദിയിൽ സമർപ്പിക്കും. അപ്പൊ പൊന്തി വരുന്ന ആ ഭാവം, അതാണ് എടുപ്പ്. എന്നിട്ട് പിതാവ് പറയും ആ ഒരു സന്യാസിയുടെ എടുപ്പാണത്. അതൊരിക്കലും അവസാനിക്കാത്ത ഒരു കണ്ടിന്യൂസ് യാഗാഗ്നി പോലെ അതങ്ങനെ ജ്വലിച്ചു നിൽക്കും. വെടിപ്പിന്റെ, നല്ല പഠിപ്പിന്റെ, നല്ല നടപ്പിന്റെ യാഗാഗ്നി ആയിട്ട് പൊന്തി നിൽക്കും. അതാണ് സന്യാസം എന്ന് പിതാവ് തൻ്റെ സന്യാസികളെ പഠിപ്പിച്ചിരുന്നു. ആ സന്യാസത്തിലേക്കാണ് ഇനിയുള്ള പ്രഭാഷണങ്ങൾ, 2, 3, 4 പ്രഭാഷണത്തിൽ നമ്മൾ ആ സന്യാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കും. അതിന് പിതാവ് ഒരു ഡിസ്റ്റിങ്ഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ ഇവിടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും. അടുത്തത് മുതൽ നമ്മൾ കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കും. പിതാവ് അതിനുവേണ്ടി ഒരു ഡിസ്റ്റിങ്ഷൻ നടത്തുന്നു. കുരിശിന്റെ വഴിയും സഹനത്തിന്റെ വഴിയും. അപ്പൊ പിതാവ് ആ സെന്റൻസിൽ ഒത്തിരി എംഫസൈസ് കൊടുക്കും. തൻ്റെ തിരുമേനിയുടെ പീഡാസഹനത്താൽ അതിനെ വീണ്ടും രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ. ആ പീഡാസഹനത്താൽ വീണ്ടും രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ. സോ കുരിശിന്റെ വഴിയേക്കാൾ അധികം പീഡാസഹനത്തിന്റെ വഴി എന്ന് പറഞ്ഞൊരു ചിന്തയുണ്ട്. നമ്മൾ പലപ്പോഴും കുരിശിന്റെ വഴി കാണുമ്പോൾ യേശുവിൻ്റെ ചുമലില് ആ കുരിശ് വന്നതിന് ശേഷമാണ് നമ്മൾ വിചാരിക്കണേ കുരിശിന്റെ വഴി തുടങ്ങണേന്ന്. അപ്പൊ നമ്മുടെ കുരിശിന്റെ വഴി തുടങ്ങണത് പിലാത്തിന്റെ ആ പ്രാങ്കണത്തില്, അല്ലെങ്കിൽ പിലാത്തോസിന്റെ അകത്തളങ്ങളില് പിലാത്തോസിന്റെ കൈ കഴുകിയിട്ട് ഓക്കെ ഇവൻ മരിക്കാനായിട്ട് യോഗ്യനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങി നമ്മൾ കുരിശിന്റെ വഴി നടത്തണം. പക്ഷേ തുമ്പിക്കളി അതിനു മുമ്പായിരുന്നു. അതിനു മുമ്പുള്ള ഭാഗം മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമുക്ക് തോന്നും യേശുവിന് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടോ എന്ന് ചോദിക്കും. കാരണം ചിലർ പ്രാർത്ഥിക്കുന്നത് ആ കുരിശ് എൻ്റെ പാപത്തിന്റെ ഫലമായിരുന്നു, ഇനി ഒരിക്കലും ഞാൻ യേശുവിനെ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കുരിശ് യേശുവിൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് പോവാം. അല്ലെ ചില ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ അന്തോണിസിൻ്റെ ആളാ, എൻ്റെ യേശുവിനെ സഹായിക്കണേ, കുരിശ് വായിച്ച് എൻ്റെ യേശു കഷ്ടപ്പെടുകയാണ്, ആ കുരിശ് മാറ്റി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണേ. ചിലവർ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതിന് മുമ്പുള്ള ചില ഭാഗങ്ങളും കൂടി വായിക്കണം. തുമ്പിക്കളി അതിനു മുമ്പായിരുന്നു. സോ പിതാവ് തൻ്റെ അപ്പോളിലേക്ക് കിടക്കാൻ, അല്ലെങ്കിൽ പിതാവ് തൻ്റെ ഉള്ളിലെ മ്ലേച്ഛതകൾക്കുള്ളിലേക്ക് കടന്നു കയറി ചിന്തിക്കുമ്പോൾ തൻ്റെ പീഡാസഹനത്താൽ ഈ ലോകത്തെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന ഒരു ചിന്തയിലേക്ക് കടക്കും. അപ്പൊ നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു വലിയ കുരിശിന്റെ വഴി ഉണ്ടാക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം ഗെത്സമനി, ഹാവ് യു എവർ തോട്ട്? 2ാം സ്ഥാനം യൂദാസ് ഉമ്മം കൊടുത്ത് യേശുവിനെ ഒറ്റ കൊടുക്കുന്നു. യൂദാസിന്റെ ഉമ്മം കിട്ടി പാഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. പലരും എന്നോട് പറയാറുണ്ട്, അച്ഛാ ആ കോണിച്ചോട്ടിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് പോണ വെച്ച് വർക്കിന്റെ സമയത്ത് വെച്ച് അയാൾ എന്നെ ചുംബിച്ചു, അയാളുടെ തുപ്പൽ ഇപ്പോഴും എൻ്റെ മേത്തിരിക്കണ പോലെ എനിക്ക് തോന്നണമെന്ന് പറയും. അങ്ങനെ യൂദാസിന്റെ ചുംബനം കൊണ്ട് നടക്കണ എത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? അപ്പൊ ഞാൻ എന്നിട്ട് ആ സിസ്റ്ററിനോടോ അല്ലെങ്കിൽ ആ ആളുകളോടോ ഒക്കെ ഞാൻ പറയും, ഫൊർഗെറ്റ് ഇറ്റ്. യേശുവിന് ഇതൊന്നും അറിയില്ല. ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനൊന്നും ചെയ്തില്ല. അയാളെ കോണിച്ചോട്ടിൽ അങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. ചെറിയ വാതിൽ വെച്ചാ ഓഫീസിലേക്ക് പോണ മുറിയുടെ വാതിൽ എപ്പോഴും ചെറുതാ. അയാൾ ആ വാതിലിന്റെ അടുത്ത് തന്നെ നിൽക്കുള്ളൂ. എന്നിട്ട് അങ്ങനെ കയറി പോകുമ്പോ ബീഡി വലിച്ച മോന്തിട്ടിട്ട് നമ്മുടെ മുഖത്തെ കൂടെ ഒന്ന് ഉരസിയാല അയാൾക്ക് സമാധാനമാവുള്ളൂ. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അപ്പൊ ഞാൻ പറയും, എനിക്ക് മനസ്സിലാകുന്നുണ്ട് പെങ്ങളുടെ വിഷമം. പക്ഷെ പെങ്ങളെ എന്തെങ്കിലും ഈ ഉമ്മം കൊടുത്ത് ഒറ്റ കൊടുക്കണ ഈ യൂദാസിന്റെ ചുംബനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിനൊന്നും അത് അറിയില്ല എന്ന് വിചാരിക്കണേ. യേശുവിനെ അറസ്റ്റ് ചെയ്തു, 3ാം സ്ഥാനം. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും
അവനെ വിട്ടുപോയി. ഡു യു തിങ്ക് ദാറ്റ്? എന്നിട്ട് എല്ലാവരും പറയണം, കർത്താവേ എന്നോട് കൂടെ ആരുമില്ല, എൻ്റെ അടുത്ത് ആരുമില്ല, എല്ലാവരും എന്നെ വിട്ടുപോയി. യേശുവിന് അതറിയില്ല. തുമ്പിക്കളി അറിയണം അതിന്. കുരിശിന്റെ വഴി കൂടെ മാത്രം പോയാൽ പറ്റില്ല. കുരിശിന്റെ വഴി കൂടെ മാത്രം പോയി ചിലപ്പോൾ നമ്മൾ ഇരകളുടെ വേദനയെ മനസ്സിലാക്കാൻ പറ്റില്ല. അവനെതിരെ എല്ലാവരും ഫോൾസ് അക്യുസേഷൻ, നോണ പറയാൻ തുടങ്ങി. അതെന്തെങ്കിലും കുരിശിന്റെ വഴിയിൽ പറഞ്ഞിട്ടുണ്ടാ? പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത് ഇവൻ മരിക്കാൻ യോഗ്യനാണെന്ന് പറയണത്. കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു സുഹൃത്തും എല്ലാമായിരുന്ന പത്രോസ്ലീഗ യേശുവിനെ തള്ളി പറയുന്നു. നമ്മൾ എന്തെങ്കിലും പറയാറുണ്ടോ? തന്നെക്കാളും താഴ്ന്ന അല്ലെങ്കിൽ അത്രയൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ബാറബാസായിട്ട് കമ്പയർ ചെയ്യപ്പെടുമ്പോൾ അതിനു വേണ്ടി പുരോഹിത വർഗം ജനത്തെ മുഴുവൻ ഇളക്കുന്നത് നമ്മൾ ഒരു സ്ഥാനമായിട്ട് പറയാറുണ്ടോ? പിന്നീട് മുൾക്കിരീടം തലയിൽ വെക്കുന്നത് ഒരു സ്ഥാനമായിട്ട് പറയാറുണ്ട്. 16-ാം സ്ഥാനം, യേശു മുൾക്കിരീടം അണിയുന്നു. ആ കള്ളുടിയന്മാര് ചുറ്റും നിൽക്കുമ്പോൾ തുണിയെ എരിഞ്ഞു നിർത്തിയിട്ട് രാജാവേ നമസ്കാരം എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കുമ്പോൾ, അതിൻ്റെ നഗ്നതയെ കളിയാക്കുമ്പോൾ, തുണി ഉരിയപ്പെട്ടവനായിട്ട് നിൽക്കുമ്പോൾ, ഡു വി സേ ദാറ്റ് ആസ് എ സ്റ്റേഷൻ? അതും പറയണം. അതിനൊക്കെ ശേഷമാണ് കുരിശു വരണത്. പുനരൈക്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചുഴ്ന്നു നിൽക്കുന്ന പാപത്തിന്റെ തലങ്ങളും നമ്മൾ ചുഴ്ന്നു നിൽക്കുന്ന പാപത്തെ പൊട്ടിച്ച് പുറത്തു വരാനുള്ള അപ്പോളിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെയും ജീവിതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ അടിയിൽ നടന്ന ഈ തുമ്പിക്കളികളും നമ്മൾ ഇരയായതിൻ്റെ വേദനയും നമ്മളിൽ നിന്ന് വിട്ടുപോകണം. അത് വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് സന്യാസം. ഉള്ളിലേക്ക് കടക്കുന്ന വെടിപ്പുണ്ടാക്കുന്ന പഠിപ്പ്. ദൈവം തൻ്റെ പീഡാസഹനത്താൽ ഈ ലോകത്തെ വീണ്ടും രക്ഷിച്ചിട്ടുണ്ട്. ആ വീണ്ടെടുപ്പിൽ നമുക്ക് പുനരൈക്യപ്പെടാനായിട്ടുള്ള ആ ശക്തി അവൻ തരും എന്നുള്ള തിരിച്ചറിവ്. പലപ്പോഴും ഇരകളുടെ കരച്ചൽ ഒത്തിരി ഉച്ചസ്ഥായിലാകുമ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് പ്രവാചകന്മാർ ഇറങ്ങി വരുന്നത്. പുത്തങ്കൂർ സമുദായത്തിൻ്റെ ജീവിതം 1910 തോന്നിലെ ഒരു 1928-29 വരെയുള്ള കാലങ്ങളിലെ ഇരകളുടെ വേദന അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ശബ്ദം മേഘങ്ങളെ പോലും ഭേദിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുമ്പോഴാണ് ഒരുപക്ഷെ പിതാവിനെ പോലെയുള്ള ഒരു പ്രവാചകനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. വെടിപ്പുളവാക്കുന്ന ഒരു പഠിപ്പ് നമുക്ക് തരാനായിട്ട്. ആ പഠിപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അടുത്ത പ്രഭാഷണത്തിലൂടെ കടന്നു ചെല്ലാം. പക്ഷെ അതിന് നിങ്ങൾ കുരിശിനെ അല്പം കൂടിയും അതിൻ്റെ വ്യാപ്തിയിൽ കാണേണ്ടിയിരിക്കുന്നു. സാധാരണ രീതിയിൽ കാണുന്നത് പോലെയല്ല കുരിശിലെ പുനരൈക്യത്തെ കാണേണ്ടത്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പിതാവ് ഒരു ഇന്ത്യൻ സന്യാസത്തെയോ ഇന്ത്യൻ ചിന്തകളെയോ ഒന്നും തൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു. കുരിശിനെ തൻ്റെ ഉള്ളിലേക്ക് എടുത്തിരുന്നു. തൻ്റെ പീഡാസഹനത്താൽ ഈ ലോകത്തെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ. അപ്പോൾ തമ്പുരാൻ അടിയാനെ സ്നേഹിക്കുന്നത് പോലെ അടിയാന് തിരിച്ചു പുനരൈക്യപ്പെടാൻ ഒരു സാവകാശം എനിക്ക് തരാതെ ഇപ്പോൾ പുനരൈക്യപ്പെടാനുള്ള ശക്തി തരണമേ എന്ന് പറയുന്ന വലിയൊരു കരച്ചില് ആ പിതാവിൽ നിന്ന് പൊന്തി വന്ന് മുണ്ടമ്മലയെ പ്രകമ്പിപ്പിച്ചുകൊണ്ട് അത് മലങ്കരയിലെ പല മക്കളെയും സ്പർശിച്ചിട്ടുണ്ട്. കണ്ണുകളടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അടുത്ത 3 പ്രഭാഷണങ്ങൾ ഒരു സെൽഫ് ക്ലെൻസിങ്ങിൻ്റെ പ്രഭാഷണങ്ങളാണ്. ഇപ്പോൾ എപ്പോൾ വരും എന്നുള്ള ചിന്തയിലാണ് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. തീരുമാനങ്ങളും നിരാകരിക്കപ്പെട്ട സാധ്യതകൾക്കുള്ളിലെ പലപ്പോഴും നമ്മൾ ആ സാധ്യതകൾക്കുള്ളിൽ നമ്മെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. That we become victims of the lure of the negated terrain. ഇനി അതിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ആ അപ്പോൾ സംജാതമാകുന്നത്. ആ അപ്പോൾ എന്ന് പറയുന്ന ആ ഒരു സമയസീമയാണ് സന്യാസം. അത് അതിൽ തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ആ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള
വെടിപ്പിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ സംജാതമാകും. ആ വെടിപ്പ് തൻ്റെ തിരുമേനിയുടെ പീഡാസഹനത്താൽ നമ്മെ വീണ്ടും രക്ഷിച്ച യേശുനാഥൻ നമ്മോടൊത്തുണ്ട് എന്നുള്ള ആഴത്തിലുള്ള അവബോധത്തിലേക്ക് കടക്കുമ്പോഴാണ്. എൻ്റർ ഇൻ ടു സൈലൻസ്. എന്നിട്ട് ചോദിക്കുക, ഒരു ഇപ്പോളിനെ ആഗ്രഹിക്കുന്നില്ലേ? സാവകാശത്തിൻ്റെ ഉള്ളിൽ ഒരു തുമ്പിയായപ്പോൾ ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിതാവിനോടുകൂടെ ഇവാനിയൻ വഴിയിലൂടെ അല്പം കൂടി മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കുരിശിൻ്റെ സഹനങ്ങളെക്കുറിച്ച് വായിക്കുക, കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ച് തിരിച്ചറിയാൻ ശ്രമിക്കുക. എല്ലാത്തിനെയും പുനരൈക്യപ്പെടുത്തിയവനിൽ നമ്മൾ നമ്മളെ തന്നെ ലയിപ്പിക്കുന്നതാണ് പുനരൈക്യം. ആ കുരിശിൻ്റെ ചോട്ടിൽ നിന്നിട്ട് നിങ്ങൾ എനിക്ക് അല്പം കൂടി സാവകാശം തരുമോ എന്ന് ചോദിക്കുമോ? അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. സന്യാസത്തിലൂടെ യേശുവിൻ്റെ പീഡാസഹനത്തിൽ ഭാഗഭാഗമാവാനായിട്ട് ആഗ്രഹിച്ച വലിയ പിതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. യേശുവേ, എന്നെ കേൾക്കുന്ന മക്കളിൽ എനിക്ക് അല്പം കൂടി സാവകാശം വേണമെന്ന് പറഞ്ഞ് ആ ഇപ്പോൾ എന്നുള്ള പുനരൈക്യത്തിൻ്റെ അനുഭൂതിയിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാ മക്കൾക്കും തൻ്റെ പീഡാസഹനത്താൽ അതിനെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്ന, തികയ്ക്കുന്ന ആ ഏക പരിശുദ്ധാത്മാവും നിന്നോടുകൂടെ, നിന്നെ സൃഷ്ടിച്ച ആ ഏക പിതാവും നിന്നോടുകൂടെ, അവരുടെ വലിയ ആ ഇപ്പോൾ സാന്നിധ്യത്തിലാണ് വിശുദ്ധമായവ സ്വീകരിക്കാൻ, പുനരൈക്യമെന്ന ആ വിശുദ്ധമായ വിഷയത്തെ സ്വീകരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത്. ആ അത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആ പിതാവ് അതിനായി ത്രോണോസിൻ്റെ മുമ്പിൽ നമ്മൾക്കായി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.